ഈ അതിവേഗ റെയിൽപാതയിൽ കാസർഗോഡ് ജില്ലയെ ഒഴിവാക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധം. ജില്ലയോടുള്ള അവഗണന അതിവേഗ പാതയിലും തുടരുകയാണെന്നാണ് കാസർഗോഡ് നിന്നുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം. തിരുവനന്തപുരത്ത് നിന്നും യാത്ര ആരംഭിക്കുന്ന അതിവേഗ ട്രെയിൻ കണ്ണൂരിൽ സർവീസ് അവസാനിപ്പിക്കുമ്പോൾ സപ്തഭാഷാ സംഗമഭൂമിയിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് കൂടിയാണ് മങ്ങലേൽക്കുന്നത്. കേരളത്തിൽ അതിവേഗ റെയിൽപാതയ്ക്ക് DPR തയ്യാറാക്കാൻ റെയിൽവേ മന്ത്രാലയം ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ ചുമതലപ്പെടുത്തിയതോടെ സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗത മേഖലയിലെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 430 കിലോമീറ്റർ നീളത്തിൽ മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗം ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിൽ അതിവേഗ പാത നിർമ്മിക്കുകയാണ് റെയിൽവേയുടെ ലക്ഷ്യം. 9 മാസത്തിനകം ഇതിന്റെ DPR പൂർത്തിയാക്കാമെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് ഉറപ്പു നൽകുകയും ചെയ്തു. അതിവേഗ റെയിൽപാത കണ്ണൂരിൽ അവസാനിക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെയാണ് കാസർഗോഡൻ ജനതയുടെ സ്വപ്നങ്ങൾക്ക് നിറം മങ്ങിയത്. എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാസർഗോഡിനോട് അവഗണന തന്നെയാണ്. ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു 2 ട്രെയിൻ പ്രഖ്യാപിച്ചപ്പോൾ കാസർഗോഡിന് ഏതെങ്കിലും ഒന്ന് കിട്ടുമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല. വൈകുന്നേരം TT നമ്മൾ ഓടിക്കുന്ന കാണുമ്പോൾ നമ്മളെല്ലാം ഗസറ്റഡ് പോസ്റ്റിലെല്ലാം വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ്, പക്ഷെ നമ്മൾ കള്ളന്മാരെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മളെ ഈ കാസർഗോഡിലെ ഒരു പാസഞ്ചർ ട്രെയിൻ പോലും എത്രയുണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. ബാക്കിയുള്ളതിനെ അപേക്ഷിച്ചിട്ട് ഒന്നുമില്ല. അതിവേഗ റെയിൽവേ ഇപ്പം നമുക്ക് എത്ര ഉപകാരമുള്ള സാധനമാണെന്ന് ആലോചിക്കണേ. പക്ഷേ ഇവിടെ എപ്പോഴും എല്ലാറ്റിനും അവഗണന തന്നെയാണ്. നിലവിൽ ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ്, തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് എന്നിവ കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കും. അതിവേഗ ട്രെയിൻ കൂടി കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കുമ്പോൾ പൊതുഗതാഗത മേഖലയിലെ വികസനം കാസർഗോഡ് ജില്ലക്കാർക്ക് അന്യമാകും. വിഷയം റെയിൽവേ മന്ത്രിയെ ധരിപ്പിക്കാനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ ശ്രമം. ഇത് കാസർഗോഡിനോടുള്ള ഒരു തികഞ്ഞ അവഗണനയാണ്. മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും വിചാരിച്ചിരിക്കുന്നത് കണ്ണൂരാണ് കേരളത്തിൻ്റെ അതിർത്തി എന്നാണ്. അത് തെറ്റായ ഒരു ധാരണയാണ്. റെയിൽവേ മന്ത്രിയോടും കേന്ദ്ര ഗവൺമെന്റിനോടും സംസ്ഥാന ഗവൺമെന്റിനോടും ഇതിന് നേതൃത്വം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച ശ്രീധരനെ കണ്ട് ഈ ആവശ്യം ഞാൻ ഉന്നയിക്കും. കാസർഗോട്ടെ ജനവികാരം അവരെ ബോധ്യപ്പെടുത്തും. നേരത്തെ വന്ദേ ഭാരത് പ്രഖ്യാപിച്ച സമയത്തും കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കാനായിരുന്നു റെയിൽവേയുടെ തീരുമാനം. പിന്നീട് ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ ഈ തീരുമാനം റെയിൽവേ അധികൃതർക്ക് പുനഃപരിശോധിക്കേണ്ടി വന്നു. അതിവേഗ റെയിലിന്റെ കാര്യത്തിലും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കാസർകോട്ടുകാരുടെ തീരുമാനം. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് പൊതുഗതാഗത രംഗത്ത് കാസർഗോഡൻ ജനത അനുഭവിക്കുന്ന ദുരിതം ചില്ലറയല്ല. പല ദീർഘദൂര ട്രെയിനുകൾക്കും ജില്ലയിൽ സ്റ്റോപ്പില്ലാത്തതും ദീർഘദൂര ബസ്സുകൾ ടിക്കറ്റ് നിരക്കിൽ കൊള്ള നടത്തുന്നതും നിരവധി തവണ ചർച്ച ചെയ്തതാണ്. സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗത രംഗത്ത് പുതിയ മാറ്റങ്ങൾ നടപ്പിലാക്കുമ്പോൾ കാസർഗോഡിനെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്നത് ശരിയല്ല. വിനോദ് മേലിലേക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.